ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ഫ്രൈയോ ടൊമാറ്റോ റൈസും ആട്ടോ. ആദ്യം നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ 3 പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കണം. ആ അരച്ച മിക്സി നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊട്ടാറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് മൊരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും 2 പച്ചമുളക് നെടുകെ കീറിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ 3 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ല വെന്ത് വരണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കളറ് മാത്രം മതി കേട്ടോ, എരിവ് പാടില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വരണം. നമ്മുടെ മുളകിൻ്റെ ആ കുത്തനെ ചുവയൊക്കെ മാറി വരണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഴറ്റി വന്നതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ എത്രയാണോ അരി എടുക്കണം അതിനെക്കാട്ടി ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1/2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വരണം. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ചുടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാവും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് സ്പെഷ്യലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.